ഹലോ ഫ്രണ്ട്സ്, വാണ്ടറർ സീസണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും മനോഹരമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഹുമയൂൺസ് ടോംബിലാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹുമയൂൺസ് ടോംബിനുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇരുവശത്തുമായി പച്ചപ്പുള്ള വലിയ ഉദ്യാനങ്ങളാണ് നിങ്ങളെ സ്വീകരിക്കുന്നത്. ആദ്യമായി കാണുമ്പോൾ തന്നെ ഈ സ്ഥലത്തിന്റെ ഭംഗി ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ്. വളരെ വൃത്തിയായി ഒരുക്കിയ നടപ്പാതകൾ, അകലെയായി ചുവന്ന കല്ലിൽ നിർമ്മിച്ച ആ മനോഹരമായ കെട്ടിടം ആദ്യ കാഴ്ച തന്നെ മനസ്സിൽ പതിയും. ഇവിടെ എത്തിയാൽ എന്തുകൊണ്ടാണ് ആളുകൾ മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാകും. ആദ്യം ഹുമയൂൺ ആരായിരുന്നു എന്ന് നോക്കാം. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിന്റെ മകനായിരുന്നു ഹുമയൂൺ. അദ്ദേഹമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മുഗൾ ചക്രവർത്തി. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും താഴ്ചയും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഒരു സമയത്ത് രാജ്യം നഷ്ടപ്പെട്ടു. പിന്നീട് വീണ്ടും സൈന്യത്തെ ശക്തമാക്കി ഡൽഹി അദ്ദേഹം തിരിച്ചുപിടിച്ചു. എന്നാൽ അധികം വൈകാതെ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചു. ചരിത്രം പറയുന്നത് ലൈബ്രറിയിലെ പടികളിറങ്ങുമ്പോൾ കാലിടറി വീണതാണ് മരണകാരണം. ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജി ബീഗം തന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി ഈ മഹത്തായ ശവകുടീരം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1565 നിർമ്മാണം തുടങ്ങിയ ഈ ഒരു ശവകുടീരം പൂർത്തിയാകാൻ ഏകദേശം 8 വർഷമെടുത്തു. ആ കാലഘട്ടത്തിൽ ഇത്ര വലിയൊരു നിർമ്മിതി തീർച്ചയായും അത്ഭുതകരമായിരുന്നു. ഇനി കുറച്ചു സമയം നമുക്കിതിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് ആസ്വദിക്കാം. ഈ നിർമ്മിതി വെറുമൊരു ശവകുടീരം മാത്രമല്ല, മുഗൾ വാസ്തുവിദ്യയുടെ തുടക്കകാലത്തെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നാണ്. പേർഷ്യൻ ശില്പിയായ മിറാഗ് മിർസ ഗിയാസ് ആണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ശവകുടീരത്തിലേക്ക് കടക്കുന്നതിന് മുന്നെയായി നമുക്ക് മനോഹരമായ ഒരു പ്രധാന കവാടം കാണാൻ കഴിയും. ഈ ഒരു കവാടത്തിന് തന്നെ ഇത്ര ഭംഗിയെങ്കിൽ ഉള്ളിലുള്ള പ്രധാന ശവകുടീരത്തിന് എന്തുമാത്രം മനോഹാരിതയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രധാന കവാടത്തിന് തൊട്ടു മുന്നേയുള്ള കാഴ്ചകളാണ്. ഉള്ളിലേക്ക് കടക്കും തോറും കാണുന്ന മനോഹരമായ പല കാഴ്ചകളും നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. ഇനിയാണ് ഈ വീഡിയോയുടെ ശരിക്കുമുള്ള ഭംഗി നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി ഈ കെട്ടിടത്തിന്റെ പ്രത്യേകതകളൊന്ന് നോക്കാം. ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്നത് ചുവന്ന മണൽക്കല്ലുകളും വെള്ള മാർബിളും ചേർന്ന അതിഗംഭീരമായ നിർമ്മാണ ശൈലിയാണ്. മധ്യഭാഗത്തുള്ള വലിയ വെളുത്ത താഴികക്കുടം ദൂരത്തുനിന്ന് പോലും വ്യക്തമായി കാണാം. ഈ സ്മാരകത്തിന്റെ രൂപകൽപ്പന പിന്നീട് നിർമ്മിക്കപ്പെട്ട ലോക പ്രശസ്തമായ താജ്മഹലിന് പ്രചോദനമായെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ചാർബാഗ് എന്ന ഉദ്യാന രീതി. പേർഷ്യൻ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഈ പൂന്തോട്ടം 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിലൂടെ ഒഴുകുന്ന ജലച്ചാലുകളും മനോഹരമായ നടപ്പാതകളും ഇവിടെ ഒരു പ്രത്യേക ശാന്തത സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ സ്മാരകത്തിന്റെ സമമിതമായ രൂപകൽപ്പന അത്ഭുതപ്പെടുത്തും. ഓരോ ജനലിലും ഓരോ കമാനത്തിലും ഓരോ കൊത്തുപണിയിലും അന്നത്തെ ശില്പികളുടെ അസാധാരണമായ കഴിവ് പ്രകടമാണ്. ഹുമയൂൺസ് ടോംബ് വെറുമൊരു കെട്ടിടമല്ല. ഈ വലിയ സമുച്ചയത്തിനുള്ളിൽ നിരവധി ചരിത്ര സ്മാരകങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഓരോ കോണും ഒരു ഫ്രെയിം തന്നെയാണ്. പ്രധാന ശവകുടീരത്തിൽ കടക്കുന്നതിന് തൊട്ടുമുന്നേ വന്ന വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ച ഇതായിരുന്നു. വരൂ, ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. പടവുകൾ ചവിട്ടി മുകളിലേക്ക് എത്തുമ്പോൾ ഉള്ളിൽ ഹുമയൂണിന്റെ പ്രതീകാത്മകമായ ശവകുടീരം കാണാം. എന്നാൽ യഥാർത്ഥ ശവകുടീരം താഴത്തെ അറയിലാണ്. ഇവിടെ മുഗൾ രാജകുടുംബത്തിലെ പല അംഗങ്ങളുടെയും ശവകുടീരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ഈ സ്ഥലത്തെ മുഗളുകളുടെ വിശ്രമസ്ഥലം എന്നും വിളിക്കാറുണ്ട്. 1993 ഹുമയൂൺസ് ടോംബിനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സഞ്ചാരികൾ ഈ സ്ഥലം സന്ദർശിക്കുന്നു. ചരിത്രം ഇഷ്ടമുള്ളവർക്കും വാസ്തുവിദ്യ ഇഷ്ടമുള്ളവർക്കും പ്രകൃതി ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും.
ഇന്ത്യയിലെ മുഗൾ വാസ്തുവിദ്യയുടെ വളർച്ച മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. ഇവിടെ സിനിമകളുടെയും ഡോക്യുമെന്ററികളുടെയും ഷൂട്ടിങ്ങും പലപ്പോഴും നടക്കാറുണ്ട്. ചരിത്രവും പ്രകൃതിയും വാസ്തുവിദ്യയും ഒരുമിച്ച് അനുഭവിക്കാവുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ഹുമയൂൺസ് ടോംബ്. അപ്പോൾ കൂട്ടുകാരെ, ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരിക്കൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹുമയൂൺസ് ടോംബ് നിങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം. കാരണം ഇതൊരു പഴയ കെട്ടിടം കാണുന്ന അനുഭവം മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രവും കലയും സംസ്കാരവും നേരിൽ കാണുന്ന ഒരു യാത്ര കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ മലയാളം യാത്രാ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള മനോഹരമായ യാത്രാ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.